ഏഴാം ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ പാഠം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുസ്സാനി അർരിഹിലത്തു, ഒരു യാത്ര. നമുക്ക് പാഠം നോക്കാം. റഹൽത്തു ഇലാ ബഗ്ദാദ, ഞാൻ ബഗ്ദാദിലേക്ക് യാത്ര പോയി. ബുക്റത്ത യൗമിൽ ഖമീസ്, വ്യാഴാഴ്ച പ്രഭാത സമയത്ത്. വദഖൽതു ബഗ്ദാദ, ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. ലൈലത്ത സബ്തി, ശനിയാഴ്ച രാത്രി. വജലസ്തു, ഞാൻ ഇരുന്നു. ഇന്ദ അഖി മജീദ്, എൻ്റെ സഹോദരൻ മജീദിനരികെ. വതഅദ്ദൈതു മഅഹു, ഞാൻ പ്രാതൽ കഴിച്ചു. യൗമൽ അഹദ്, ഞായറാഴ്ച. സുമ്മ സിർന, പിന്നീട് ഞങ്ങൾ സഞ്ചരിച്ചു. ഇലൽ മക്ബറത്തെ, മക്ബറയിലേക്ക്. വമശൈതു, ഞാൻ നടന്നു. ഖൽഫ അഹി, എൻ്റെ സഹോദരൻ്റെ പിന്നിൽ. വസുർന, ഞങ്ങൾ സന്ദർശിച്ചു. മഖാമ ഷെയ്ഖുൽ ആലമി, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മഖാം. സുമ്മ റജാന, ശേഷം ഞങ്ങൾ മടങ്ങി. ഫീ ഹാദ ദർസി, ഈ പാഠത്തിലെ അൽഫാദുൻ മുലവനത്തുൻ, നിറം കൊടുത്ത പദങ്ങൾക്ക് യുകാലു ലഹ, പറയപ്പെടും മഫൂലുൻ ഫീഹി, മഫൂലുൻ ഫീഹി എന്ന. ഈ പാഠത്തിലെ നിറം കൊടുത്ത പദങ്ങൾ ഏതൊക്കെയാണ്? ബുക്റത്ത, ലൈലത്ത, ഇന്ദ, യൗമ, ഖൽഫ. ഇവക്ക് പറയപ്പെടും മഫൂലുൻ ഫീഹി എന്ന. വൽ മഫ്ഊലു ഫീഹി, മഫൂലുൻ ഫീഹി എന്നത് ഇസ്മു യദുല്ലു, സൂചിപ്പിക്കുന്ന നാമമാണ്. അലാ സമാനി, കാലത്തെ. വഖൂൽ ഫിഇലി, ക്രിയ സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിക്കുന്ന. ഔ മക്കാനിഹി, അല്ലെങ്കിൽ സ്ഥലത്തെ. പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തെ അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് മഫ്ഊലുൻ ഫീഹി. ഇത് പഠിക്കാനുള്ളതാണ്. വൽ മഫ്ഊലു ഫീഹി ഇസ്മു യദുല്ലു അലാ സമാനി വഖൂഇൽ ഫീലി ഔ മക്കാനിഹി. വയുസമ്മ ലർഫൻ, ഇവക്ക് ലർഫ് എന്നും പറയപ്പെടും. വഹുവ നൗആനി, ലർഫ് രണ്ടു വിധമാണ്. ലർഫു സമാൻ, കാലത്തെ കുറിക്കുന്ന ലർഫിനെ ലർഫു സമാൻ എന്നും. വ ലർഫു മക്കാൻ, സ്ഥലത്തെ കുറിക്കുന്ന ലർഫിനെ ലർഫു മക്കാൻ എന്നും. ലർഫ് രണ്ടു വിധമാണ്. ലർഫു സമാൻ, കാലത്തെ കുറിക്കുന്ന ലർഫ്. ലർഫു മക്കാൻ, സ്ഥലത്തെ കുറിക്കുന്ന ലർഫ്. ഫ ലർഫു സമാൻ, ലർഫു സമാൻ എന്നത് മിസ്ലു, ഉദാഹരണത്തിന് ബുക്റത്ത, പ്രഭാതം. വലൈലത്ത, രാത്രി. വയൗമ, ദിവസം. ലർഫു സമാനിന് ഉദാഹരണങ്ങളാണ് ബുക്റത്ത, ലൈലത്ത, യൗമ. വ ലർഫു മക്കാൻ, ലർഫു മക്കാൻ എന്നതിന് ഉദാഹരണമാണ് മിസ്ലു, ഉദാഹരണമാണ് ഇന്ദ വ ഖൽഫ. ഇന്ദ അരികിൽ, ഖൽഫ പിറകിൽ. ലർഫു മക്കാനിന് ഉദാഹരണങ്ങളാണ് ഇന്ദ, ഖൽഫ. സ്ഥലത്തെ കുറിക്കുന്ന ലർഫിന് ഉദാഹരണമാണ് ഇന്ദ അരികിൽ, ഖൽഫ പിറകിൽ. എന്നാൽ കാലത്തെ കുറിക്കുന്ന ലർഫിന് ഉദാഹരണങ്ങളാണ് ബുക്റത്ത, പ്രഭാതം. ലൈലത്ത, രാത്രി. യൗമ, ദിവസം. വ തിൽക്കൽ കലിമാത്തു കുല്ലുഹ, ഈ പദങ്ങളൊക്കെയും മൻസൂബത്തൻ, നസ്ബ് ചെയ്യപ്പെട്ടവയാണ്. നസ്ബ് ചെയ്യപ്പെട്ടവയാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹർഫിന് ഫത്തഹായിരിക്കും. ബുക്റത്ത, ഇതിൽ അവസാനത്തെ ഹർഫിന് ഫത്തഹാണ്. ലൈലത്ത, അവസാനത്തെ ഹർഫായ താഇന് ഫത്തഹാണ്. യൗമ, ഇതിലും അവസാനത്തെ ഹർഫിന് ഫത്തഹാണ്. ഇന്ദ, ഖൽഫ, ഇതിലെല്ലാം അവസാനത്തെ ഹർഫിന് ഫത്തഹായിരിക്കും. മൻസൂബത്തുൻ, നസ്ബ് ചെയ്യപ്പെട്ടവയാണ്. അലാ അന്നഹു മഫ്ഊലുൻ ഫീഹി, ലർഫുകളെല്ലാം മഫ്ഊലുൻ ഫീഹി ആണ്. വൽ ആമിലു ഫീഹ, അതിലുള്ള ആമിൽ. അൽ ഫിഇലു ലദീ ഖബ്ലഹ,
അതിനു മുമ്പുള്ള ക്രിയയായിരിക്കും. അതിലുള്ള ആമില് അതിനു മുമ്പുള്ള ക്രിയയായിരിക്കും, അതിനു മുമ്പുള്ള പ്രവൃത്തിയായിരിക്കും. ലർഫു സമാൻ എന്നത് ഒരു പ്രവൃത്തി നടന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് ബുക്കറത്ത, ലൈലത്ത പോലുള്ളത്. എന്നാൽ ലർഫു മക്കാൻ എന്നത് ഒരു പ്രവൃത്തി നടന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന നാമപദമാണ്. ഉദാഹരണത്തിന് ഇന്ദ, അരികിൽ, ഖൽഫ, പിറകിൽ. അല്ലർഫു വഖ്തുൻ ഔ മകാനുൻ ളുമ്മിന ഫീ ബിത്തിറാദിൻ കഹുനാം കുസ് അസ്മുന. ഇതിന്റെ അർത്ഥം അല്ലർഫു വഖ്തുൻ ഔ മകാനുൻ ളുമ്മിന, സ്ഥലവും കാലവും ഉൾക്കൊണ്ടതാണ് ലർഫ്. ലർഫു മക്കാനും ലർഫു സമാനും സ്ഥലവും കാലവും ഉൾക്കൊണ്ടതാണ്. ഫീ ബിത്തിറാദിൻ കഹുനാം കുസ് അസ്മുന, നീ ഇവിടെ കുറച്ചു സമയം താമസിക്ക് എന്നതുപോലെ. നീ ഇവിടെ കുറച്ചു സമയം താമസിക്ക് എന്നതുപോലെ. അത്തദ്രീബാത്ത്. നുലാഹിലു. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലർഫു സമാൻ, ലർഫു മക്കാൻ. ലർഫു സമാനിന് ഉദാഹരണമാണ് സ്വബാഹൻ രാവിലെ, ലുഹ്റൻ ഉച്ചയ്ക്ക്, മസാഅൻ വൈകുന്നേരം, ലൈലൻ രാത്രി, യൗമൻ ദിവസം, ഷഹ്റൻ മാസം. ലർഫു മക്കാനിന് ഉദാഹരണങ്ങളാണ് തഹ്ത അടിയിൽ, ഫൗക മീതെ, ഇന്ദ അരികിൽ, വറാഅ പിന്നിൽ, ഷർക്കൻ കിഴക്ക്, ഗർബൻ പടിഞ്ഞാറ്. നുകമ്മിലു ബിൽ മഫ്ഊലി ഫീഹിൽ മുനാസിബി. അനുയോജ്യമായ മഫ്ഊലുൻ ഫീഹി എടുത്ത് പൂരിപ്പിക്കാം. റഅയ്തുൽ ലക്ലക ഡേഷ് ഷജറത. മരത്തിനു മീതെ കൊക്കിനെ കണ്ടു. റഅയ്തുൽ ലക്ലക ഫൗക ഷജറത, ഫൗക മീതെ. തനവ്വറൽ ഖമറു ഡേഷ്, ചന്ദ്രൻ പ്രകാശിച്ചു. ഡേഷ് ലൈലൻ. തനവ്വറൽ ഖമറു ലൈലൻ, ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിച്ചു. ത്വലഅ ശംസു ഡേഷ്, സൂര്യൻ ഉദിച്ചു. ഡേഷ് പ്രഭാതത്തിൽ. സ്വബാഹൻ. ത്വലഅ ശംസു സ്വബാഹൻ, സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചു. സിർതു ഇലൽ മസ്ജിദി ഡേഷ്, ഞാൻ പള്ളിയിലേക്ക് നടന്നു. ലുഹ്റൻ. സിർതു ഇലൽ മസ്ജിദി ലുഹ്റൻ, ഉച്ച സമയത്ത് ഞാൻ പള്ളിയിലേക്ക് നടന്നു. സുംതു ഡേഷ് കാമിലൻ, പൂർണ്ണമായ ഒരു മാസം ഞാൻ വ്രതമനുഷ്ഠിച്ചു. ഷഹ്റൻ. സുംതു ഷഹ്റൻ കാമിലൻ, പൂർണ്ണമായ ഒരു മാസം ഞാൻ വ്രതമനുഷ്ഠിച്ചു. ഷഹ്റൻ മാസം. അടുത്തത് നുലാഹിലുൽ ജുമല വനുമയ്യിസുൽ മഫ്ഊല ഫീഹി വൽ മഫ്ഊല ബിഹി. താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ പരിശോധിച്ച് മഫ്ഊലുൻ ഫീഹി അതായത് ലർഫ്, മഫ്ഊലുൻ ബിഹി അതായത് കർമ്മം വേർതിരിക്കുക. മഫ്ഊലുൻ ഫീഹിയും മഫ്ഊലുൻ ബിഹിയും വേർതിരിക്കാനാണ്. യർജിഉൽ ഔലാദു മിനൽ മദ്റസത്തി മസാഅൻ. കുട്ടികൾ വൈകുന്നേരം വിദ്യാലയത്തിൽ നിന്നും മടങ്ങുന്നു. മസാഅൻ വൈകുന്നേരം. മഫ്ഊലുൻ ഫീഹിയാണ്, ലർഫാണ് മസാഅൻ. ഇത് മഫ്ഊലുൻ ഫീഹി. ഇതില് ലർഫ് സ്ഥലത്തെയോ കാലത്തെയോ സൂചിപ്പിക്കുന്ന നാമപദമാണ് ലർഫ്. മസാഅൻ എന്നത് വൈകുന്നേരം. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് മഫ്ഊലുൻ ഫീഹിയാണ്. സാഫർതു ഫി ത്വാഇറത്തി സാഅത്തൻ. 1 മണിക്കൂർ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്തു. സാഅത്തൻ 1 മണിക്കൂർ. കാലത്തെ സൂചിപ്പിക്കുന്നതാണ്, മഫ്ഊലുൻ ഫീഹിയാണ്. ഷരിബത് തിഫ്ലുൽ ഹലീബ. കുട്ടി പാൽ കുടിച്ചു. ഇതിൽ സ്ഥലത്തെയോ കാലത്തെയോ സൂചിപ്പിക്കുന്ന ലർഫ് ഇല്ല.
മഫ്ഊലുൻ ബിഹി ആണ്. ഹലീബ പാൽ എന്നത് മഫ്ഊലുൻ ബിഹി അതായത് കർമ്മം ആണ്. മഫ്ഊലുൻ ബിഹി എന്നതിൻ്റെ അർത്ഥം കർമ്മം ആണ്. ശരിബത്ത് തിഫ്ലുൽ ഹലീബ മഫ്ഊലുൻ ബിഹി. ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാർ. കുറ്റവാളി ചുമരിനു പിന്നിൽ മറഞ്ഞിരുന്നു. ഖൽഫ പിറകിൽ സ്ഥലത്തെ കുറിക്കുന്ന ലർഫാണിത്. മഫ്ഊലുൻ ഫീഹി ആണ്. മഫ്ഊലുൻ ഫീഹി. നവ്വറൽ ഖാദിമുൽ മിസ്ബാഹ. വേലക്കാരൻ വിളക്ക് കത്തിച്ചു. മിസ്ബാഹുൻ വിളക്ക്. വിളക്ക് എന്നത് കർമ്മമാണ്, മഫ്ഊലാണ്. ഇത് മഫ്ഊലുൻ ബിഹി. റഅയ്തുൻ നജ്മ ഫിസ് സമാഇ ശർക്കൻ. കിഴക്ക് ആകാശത്ത് ഞാൻ നക്ഷത്രം കണ്ടു. ശർക്കൻ കിഴക്ക്. മഫ്ഊലുൻ ഫീഹി ആണ്. കിഴക്ക് എന്ന് വന്നതുകൊണ്ട് മഫ്ഊലുൻ ഫീഹി ആണ്. അടുത്തത് നുഅരിബു. നമുക്ക് അറബിയാക്കാം. ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. അതിനെ അറബിയാക്കുമ്പോൾ സാഫർതു ഫിൽ ഖിതാരി യൗമൻ. സാഫർതു ഞാൻ യാത്ര ചെയ്തു. ഫിൽ ഖിതാരി തീവണ്ടിയിൽ. യൗമൻ ഒരു ദിവസം. രണ്ടാമത്തെ മുസ്ലിംകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. യസൂമുൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഷഹ്റൻ ഒരു മാസം. വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെല്ല് കൃഷി ചെയ്തു. അതിനെ അറബിയാക്കുമ്പോൾ സറഅത് ത്വാലിബൂനൽ അറുസ അമാമൽ മദ്റസത്തി. സറഅത് ത്വാലിബൂനൽ അറുസ അമാമൽ മദ്റസത്തി. മഫ്ഊലുൻ ഫീഹിയെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിച്ചത്. 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. 1ാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.